ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിക്ടർ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അടുത്തിടെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി കണ്ട പോലെ എനിക്ക് ഫീലായ ഒരു നോവൽ. ആ നോവലിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. ഈ നോവൽ എനിക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ വൈഫായിരുന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് ഞാൻ ഈ നോവൽ മുമ്പ് കേൾക്കാതിരുന്നത് എന്നാണ്. നോവലിൻ്റെ പേരാണ് സൂസന്നയുടെ ഗ്രന്ഥപുരം. അജയ് പി മാങ്ങാട്ടാണ് ഈ നോവൽ എഴുതിയത്. 2019 മാതൃഭൂമി ബുക്സാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. പുസ്തകങ്ങളും കലകളും കലാകാരന്മാരെയും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കൂട്ടുകാർ. ആ കൂട്ടുകാരുടെ ജീവിതത്തിലൂടെയാണ് ഈ നോവൽ സഞ്ചരിക്കുന്നത്. 2 കൂട്ടുകാർ, അലിയും അബിയും. സ്കൂൾ കാലം മുതൽക്കേ തന്നെ അവർ നല്ല കൂട്ടുകാരാണ്. ക്ലാസ് മുറികളേക്കാൾ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടത് സ്കൂളിലെ ലൈബ്രറിയിലായിരുന്നു. ഒരിക്കൽ അവർക്ക് പാതി മാത്രം എഴുതി പൂർത്തിയാക്കിയ ഒരു കൃതി അവർക്ക് ലഭിക്കുന്നു. ആ കൃതിയുടെ ബാക്കി തേടിയുള്ള അന്വേഷണം അവരുടെ സൗഹൃദ വലയം തന്നെ വലുതാക്കുന്നു. ചെറിയ സ്പേസാണ് പല ക്യാരക്ടേഴ്സിനും ഈ നോവലിൽ ഉള്ളത്. എങ്കിലും ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഡെപ്ത് കൊടുക്കാൻ കഥാകാരൻ ശ്രമിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്കിടയിലുള്ള പിണക്കവും ഇണക്കവും സൗഹൃദവും പ്രണയവുമെല്ലാം ഈ നോവലിലുണ്ട്. പല ക്യാരക്ടേഴ്സിനും നൽകിയിരിക്കുന്ന പേരും രസകരമായി തോന്നി. റഫീഖ് അഹമ്മദ് പറഞ്ഞതുപോലെ ഒരു പേനയും ഒരു പുസ്തകം എടുത്ത് വേണം ഈ നോവൽ വായിക്കാനിരിക്കാൻ. കാരണം ഒട്ടനേകം നല്ല നോവലുകളുടെ റെഫറൻസുകൾ ഈ നോവലിലുണ്ട്. ഈ നോവൽ വായിക്കാത്തവർ വായിക്കാൻ ശ്രമിക്കണം. വായിച്ചവർ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയുമല്ലോ.